അങ്ങനെ ആദർശിന്റെ പഴയ കാമുകി ആദർശ് എവിടേക്ക് പോകുന്നു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ് ആദർശ് എന്ന് അവള് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ ഇനി പിടിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയ ആദർശിന്റെ പഴയ കാമുകി ആദർശിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആദർശ് ആണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെ നയന ആദർശിനെ കാണാൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ആദർശ് അന്ന് നേരത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നയനയുടെ കൂടെ കുറച്ചു നേരം ചെലവഴിക്കാന്ന് കരുതി നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ആദർശ് ഓഫീസിൽ നിന്ന് ഇറങ്ങലും ആദർശിന്റെ പഴയ കാമുകി മീരയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. മീരയെ കണ്ടപ്പോ തന്നെ ആദർശ് വെപ്രാളപ്പെട്ടിട്ട് കാറിലേക്ക് ഓടിക്കയറാൻ പോവാണ്. അപ്പൊ മീര അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഹലോ, എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലേ? ആദർശ് മറുത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല കേട്ടോ. അപ്പോ മീര വീണ്ടും പറയുന്നുണ്ട്, എന്താ ആദർശ് നീ എന്നോടൊന്നും മിണ്ടാത്തത്? ദേ, ഇന്നേക്ക് 2 ദിവസമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ദേ ഇങ്ങോട്ട് നോക്കി ആദർശ്. ഇതും പറഞ്ഞ് ആദർശിന്റെ മുഖത്തേട്ട് മീര തൊടുന്നുണ്ട്. ഷേ, എന്താ നീ ചെയ്യുന്നത് എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്താ ആദർശ്, എന്തിനാ ഇങ്ങനെ തട്ടി മാറ്റുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ നിന്റെ കൂടെ നിൽക്കില്ലേ? ഓഹോ, ആണോ? എങ്കിൽ പിന്നെ ഞാൻ എന്റെ പ്രശ്നം പറയാം. ഇപ്പോഴത്തെ എന്റെ തലവേദന എന്ന് പറയുന്നത് നീയാ. എന്റെ മുന്നിൽ നിന്ന് മാറി തരാമോ? എവിടുന്നോ വലിഞ്ഞു കയറി വന്നേക്കാ കുടുംബം കലക്കാനായിട്ട് ഏതോ ആദർശിന്റെ പേരും പറഞ്ഞു. നീ ഇവിടെ അറിയപ്പെടുന്ന കമ്പനിയുടെ MD ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ ഇത്രയും കാലം അതൊന്നും കണ്ടല്ല നിന്നെ സ്നേഹിച്ചത്. നിനക്കിപ്പോൾ എന്നെ വേണ്ട. ശരി, എങ്കിൽ പിന്നെ ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിച്ച് എനിക്കുണ്ടായ നഷ്ടോ അതാരെങ്കിലും നികത്തോ? ശരി, ഒരു കോംപ്രമൈസ് ആക്കാം. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? പണം വേണോ? പണത്തിനാണോ നീ ഇപ്പം എന്നെ തേടി ഇവിടെ എത്തിയിരിക്കുന്നത്? എനിക്ക് പണം വേണം. എത്ര തരും നീ? നീ ചോദിക്കുന്നത് എത്രയാണെങ്കിലും തരാം. 5 10 ലക്ഷങ്ങൾ എത്രയും ആവാം. വെറുതെ എൻ്റെ കുടുംബത്തിൽ കയറി പഴയ കാര്യങ്ങളും പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അന്ന് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. എനിക്ക് നഷ്ടമായത് നീയാണ്. നിന്നെ തിരിച്ചു പിടിക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വരും. എനിക്ക് കിട്ടുന്നത് നിന്നെയാണ്. നിന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ചു വാങ്ങിയിരിക്കും. അതേസമയം തന്നെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ്. നയനയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അതേസമയം തന്നെ മീര ആദർശിന്റെ കൈ പിടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു നിമിഷം നയന അവിടെ സ്റ്റക്കായി പോവാണ്. അതേസമയം മീരയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കേട്ടോ അവിടെ നയന. അങ്ങനെ നയന സഹിക്കാൻ കഴിയാതെ ആദർശിന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട്. അവിടെ നടക്കുന്ന ട്വിസ്റ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ കാമുകിയാണെങ്കിൽ ആദർശിനെ വിട്ടുകൊടുക്കുന്നില്ല. രണ്ടാളും തമ്മിൽ പോരാട്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.